ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ, അതായത് 1-ലെ ബി ക്വസ്റ്റ്യൻ, അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ സെയിം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഇൻ ദി ഫിഗർ, ഈ ഫിഗറിലെ എ ബി ഈസ് പാരലൽ ടു സി ഡി. എ ബി എന്ന് പറയുന്ന ഈ ലൈനും സി ഡി എന്ന് പറയുന്ന ഈ ലൈനും എന്താണ്? പാരലലാണ്. ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് ആംഗിൾ ഇ ജി എച്ച് 50 ഡിഗ്രി. ആംഗിൾ ഇ ജി എച്ച് ഇവിടെ തന്നിട്ടുണ്ട്, 50 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആംഗിൾ ജി ജെ ഡി, ആംഗിൾ ജി ജെ ഡി തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 125 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ഇ എഫ് ജി, അതായത് ഈ ആംഗിൾ 50 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ജി എച്ച് ജെ എന്ന ഈ ആംഗിൾ എന്താണ് മെഷർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന്. ആംഗിൾ ഏതാണെന്ന് നോക്കാം. ജി എച്ച് ജെ ഈ ആംഗിളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ജി എച്ച് ജെ, അതായത് ഈ ആംഗിൾ ഇതെത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ ഇവിടെ തന്നിട്ടുണ്ട് എ ബി എന്ന ഈ ലൈനും സി ഡി എന്ന ലൈനും പാരലലാണ്. അപ്പോൾ പിന്നെ ഇതാരാ? ഈ ജി എച്ച് എന്ന ലൈൻ ആരാ? ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എന്താണ്? ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസറിൽ ഇവിടെ എന്താണ്? 50 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ആൻസർ 50 ഡിഗ്രി. വേറെ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എച്ച് ജി ജെ, അതായത് ഈ ആംഗിളാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഈ ആംഗിൾ എച്ച് ജി ജെ, ഇത് വേറെ ഇത് വേറെ. സോ എച്ച് ജി ജെ എന്ന ഈ ബ്ലൂ ലൈനിൽ കാണിച്ചേക്കുന്ന, ബ്ലൂ ആർക്കിൽ കാണിച്ചേക്കുന്ന ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. കാണാൻ നല്ല എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ എച്ച് ജി ജെ തന്നിരിക്കുന്നതിൽ ഇത് തന്നിട്ടുണ്ട്. ഇത് രണ്ട് പാരലൽ ലൈൻസാണ്, ഇത് ട്രാൻസ്വേഴ്സലാണ് അല്ല. ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വരക്കാം, അപ്പോൾ ഇച്ചിരി കൂടി മനസ്സിലാവും. ഇത് രണ്ട് പാരലൽ ലൈൻസ് തന്നത്, ഇത് ട്രാൻസ്വേഴ്സൽ. ഇപ്പോൾ പറഞ്ഞത് ജി ജെ, ഇത് ജി, ഈ പോയിൻ്റ് ജി, ഈ പോയിൻ്റ് ജെ. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 125 ഡിഗ്രിയാണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഒരു ആംഗിൾ തന്നിട്ട് ഇതെത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം ഇത് ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? കണ്ട, അതായത് രണ്ട് പാരലൽ ലെൻസിനിടയിൽ ഒരു ട്രാൻസ്വേഴ്സൽ വരുമ്പോൾ ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ്. സോ ഇതെന്താണോ അതന്നെ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതെന്താണോ അതന്നെ ആയിരിക്കും ഇത്. സോ ഇത് 125 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഓൾസോ 125 ഡിഗ്രി. സോ ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആംഗിളും കൂടി തന്നിട്ടുണ്ട്. അതെത്രയാണ്? ഈ ആംഗിൾ 50 ഡിഗ്രിയാണെന്ന് പിക്ചറിൽ തന്നിട്ടുണ്ട്, ഈ ആംഗിൾ. ഇനി ബാക്കിയുള്ള ഇത് നോക്കിയാൽ പോരെ, ഇത് ടോട്ടൽ 50 ഡിഗ്രിയാണ്, ടോട്ടൽ 125 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ബാക്കി എത്രയാണ് നോക്കണമെങ്കിൽ ഈ 125 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ഈക്വൽ ടു 75 ഡിഗ്രി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ആംഗിൾ എച്ച് ജി ജെ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രിയാണ്. ഇനി റൈറ്റ് സി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ എച്ച് ജി ജെ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വലായിട്ടുള്ള ഒരു ആംഗിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാകാം എച്ച് ജി ജെക്ക് ഈക്വലായിട്ടുള്ളത്, അതായത് 75 ഡിഗ്രി കിട്ടണം എന്നർത്ഥം. ഇവിടെ നോക്കുക, ഈ ഒരു ഇ എഫ് ജി എന്ന ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. ജസ്റ്റ് ഒന്നത് എടുത്ത് വരക്കാം.
ആ മുകളിൽ ഉള്ള ആ ചെറിയ ട്രയാങ്കിളാണ് വരക്കുന്നത്. EFG എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ, ഈ മുകളിലെ ഈ ഒരു ചെറിയ ട്രയാങ്കിളാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് എടുത്ത് വരച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കാം. ഇവിടെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇവിടെ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണെന്ന് കിട്ടും, ഇവിടെ ഇത് രണ്ടും എ ബിയും സി ഡിയും പാരലൽ ആയതുകൊണ്ട് ഇത് ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഈ ആംഗിളും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇത് 125 ആണെങ്കിൽ ലീനിയർ പെയർ ആയിട്ടുള്ള ഇതിൻ്റെ 180 ഡിഗ്രിയാണ് ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ. ഈ ഒരു സ്ട്രൈറ്റ് ലൈനിലെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആയതുകൊണ്ട് ഈ 180യിൽ നിന്ന് 125 പോയി കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 55 ഡിഗ്രി ആയിരിക്കും. ആ സെയിം ആംഗിൾ തന്നെ ആയിരിക്കും ഇതും. എത്രയാണ്, 55 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ ആംഗിളും കിട്ടി, 55 ഡിഗ്രി ആണെന്ന് കിട്ടി, 55 ഡിഗ്രി. ഇനി ഇത് എത്രയാണെന്ന് നോക്കിയാൽ പോരെ. ഇത് നോക്കാൻ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഇയും ബാക്കി ആംഗിൾ 50 ഡിഗ്രിയും പിന്നെ ഒരു 55 ഡിഗ്രി, ഈ ആംഗിൾ ഒരു 50 ഡിഗ്രി, ഒരു 55 ഡിഗ്രി, ഒരു ആംഗിൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. സോ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, 180യിൽ നിന്ന് പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. 50ഉം 55ഉം കൂടി 105 ഡിഗ്രി. സോ ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇത് എത്രയാണെന്ന് കിട്ടി, 75 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ ഓൾറെഡി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, HGJ എത്രയാണ്, 75 ഡിഗ്രി. ഇപ്പോൾ ഈ ആംഗിളും എന്താണെന്ന് കിട്ടി, ഈ ആംഗിളും 75 ഡിഗ്രി ആണെന്ന് കിട്ടി. നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ഈ പിക്ചറിൽ സെപ്പറേറ്റ് എഴുതി കണ്ടതാണ്. ഈ ആംഗിളും എന്താണ്, 75 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 75 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ HGJ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണെന്ന് ഇവിടെ എഴുതാൻ പറ്റും. സോ ആംഗിൾ FEG, എന്നുള്ള ഈ ലെറ്ററിൻ്റെ ഇവിടെയാണ് ഈ ആംഗിൾ പറയുന്നത്. അപ്പോൾ എന്ന ലെറ്റർ സെൻറ്ററിൽ വരണം. സോ ആംഗിൾ FEG ഈ ആംഗിളാണ് ഈ HGJ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AEF? AEF എന്ന് പറയുന്ന ആംഗിളിന് ഈ ആംഗിളിൻ്റെ മെഷർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കാം, ക്വസ്റ്റ്യനിൽ AEF ആംഗിൾ AEF അതായത് ഈ ആംഗിളാണ് മക്കളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഈ ആംഗിൾ എത്രയെന്ന് കിട്ടി, 75 ആണെന്ന് കിട്ടി. ഇത് ടോട്ടൽ ഒരു ആംഗിൾ എത്രയാണ്, ടോട്ടൽ ഈ ലൈനിലെ AB എന്ന ഈ ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്, ടോട്ടൽ ഇങ്ങനൊരു സാധനം നിങ്ങൾ ബോക്സിൽ കണ്ടിട്ടുണ്ടോ, ഇങ്ങനൊരു ഷേപ്പുള്ളത് എന്താണ്, പ്രൊട്രാക്ടർ. അതിൻ്റെ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി. സോ ടോട്ടൽ ഒരു ലൈനിലെ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇവിടെ 75 ഡിഗ്രിയാണെന്ന് നമുക്ക് ഇപ്പോൾ തൊട്ട് മുൻപ് കിട്ടി. ഇവിടെ എത്രയാണെന്ന് കിട്ടി, 75 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇവിടെ എത്രയാണെന്ന് കിട്ടി, ഇത് 75 ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് AEF, അതായത് AEF എന്ന് പറയുന്ന ഈ സ്കൈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 75 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നെ ഇത് എത്രയായിരിക്കും, 180 മൈനസ് ടോട്ടൽ 180 അല്ലേ. അപ്പോൾ ഈ പിങ്ക് കളറിൽ കാണിക്കുന്നത് ഈ AB എന്ന ലൈനിലെ ടോട്ടൽ ആംഗിളാണ്. എത്രയാണ്, 180 ഡിഗ്രി. സോ ഇതിലെ ഈ 180 ഡിഗ്രിയിലെ ഒരു ആംഗിൾ തന്നിക്കണേ, എത്രയാണ്, ഈ ആംഗിൾ എത്രയാണ്, 75 ഡിഗ്രിയാണ്. ബാക്കി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി, 180 മൈനസ് 75 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 105 ഡിഗ്രി, 105 ഡിഗ്രി. അപ്പോൾ നമുക്കിത് കിട്ടി. എത്രയാണ് ആംഗിൾ AEF, ആംഗിൾ AEF ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് പറയാനുള്ള കാരണം സെപ്പറേറ്റ് പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ആദ്യം ആൻസർ പറയുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് സുരഭി റിഗാർഡിങ് ദ ആംഗിൾസ് ഓഫ് 2 ട്രയാങ്കിൾസ്. 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ആസ് സീൻ ഇൻ ദി ഫിഗർ. പാരലൽ ലൈൻസിന് ഇടയിലുള്ള 2 ട്രയാങ്കിൾസിനെ ആംഗിൾസിനെ പറ്റിയിട്ടാണ് സുരഭി ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോകുന്നത്. സോ
സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ശരി എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ഡി, എ ബി ഡി. സോ ഈ ആംഗിൾ എന്ന് പറയുന്നതും ഇസ് ഈക്വൽ ടു ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിളും ബി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഈക്വൽ ആണോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആംഗിൾ എ ബി ഡി എത്രയായിരിക്കും? ഇത് ട്രാൻസ്വേഴ്സലാണ്, ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ഇത് ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈ 50 ഡിഗ്രി എന്ന ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 50 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇതും 50 ആണെങ്കിൽ ഇത് ശരിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് തെറ്റ്. നെക്സ്റ്റ് ബി എ ഡി, നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഡി എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 90 ആണ്, അപ്പോൾ റൈറ്റ് സൈഡിലും ഓൾസോ 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഈ ലൈൻ തന്നെയാണ് ഈ ലൈനിലേക്ക് ടച്ച് ചെയ്യുന്നത്. സോ ഇവിടെയും എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രി 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ടോട്ടൽ 90 ഡിഗ്രിയിൽ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ബാക്കി ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 - 50 എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 40 ഡിഗ്രി. അപ്പോൾ 50 ഡിഗ്രിയും 40 ഡിഗ്രിയാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്തല്ല? ശരിയല്ല. 50ഉം 40ഉം ശരിയാണോ? ഈക്വൽ ആണോ? ഈക്വൽ അല്ല. നെക്സ്റ്റ് നോക്കാം, ദ മെഷർ ഓഫ് ആംഗിൾ ബി എ ഡി എത്രയാണെന്ന് കിട്ടി? 40 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പോൾ 40 ഡിഗ്രി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി. എ സി ഡി എത്രയാണ് തന്നിട്ടുണ്ട്? ഓൾറെഡി 40 തന്നിട്ടുണ്ട്. അപ്പോൾ എ സി ഡി എത്രയാണ്? 40. അപ്പോൾ ഇതെന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ഓർത്ത് അത് മാത്രം ആൻസറല്ല, ആൻസറിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണെന്ന് പറയുന്ന ഏതോ ഒരു ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വരിക എന്ന് മനസ്സിലാക്കുക. ആദ്യം തന്നെ അങ്ങനെ മനസ്സിലാക്കുക. ഇതിൽ ഓപ്ഷൻ എയിൽ ആംഗിൾ 2 ശരിയാണെന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ ബിയിലും ആംഗിൾ 2 ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും തെറ്റാണെന്ന് ഇപ്പോഴേ പറയാം. അതായത് ഓപ്ഷൻ സിയും ഡിയും ആൻസർ ആവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 3 നോക്കുമ്പോൾ ആംഗിൾ എ ബി ഡി ഇച്ചിരി ക്ലിയർ ആയിട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആംഗിൾ എ ബി ഡി എത്രയാണ്? 50 ഡിഗ്രിയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ സി. ഈ ആംഗിളും ഇപ്പോൾ പറഞ്ഞ ബി എ ഡിയും ഈക്വൽ ആണ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ആംഗിൾ ബി എ ഡി അല്ല, എ ബി ഡി. ആംഗിൾ എ ബി ഡി അതായത് ഈ 50 ഡിഗ്രിയും ആംഗിൾ ഡി എ സി എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഈക്വൽ ആണോ നോക്കാം. ആദ്യം ഇത് എത്രയും നോക്കിയാൽ മതിയല്ലോ. ഇത് ഓൾറെഡി എത്രയാണ്? ഇത് നോക്കിയേ, ഈ ലൈനും പാരലലാണ്. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് എടുത്ത് വരക്കാം. ഇത് 2 പാരലൽ ലൈൻസാണ്. ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ഇതിൽ ഈ എ സി എന്ന ലൈനാണ് ഞാൻ വരക്കാൻ പോകുന്നത്. ഇവിടെ എ, അതായത് ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് സി, അതായത് ഈ എ സി എന്ന ഈ ലൈനാണ് ഞാൻ ഇപ്പോൾ വരച്ചേക്കുന്നത്. ഈ ലൈൻ എ സി എന്ന ഈ ലൈനാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ലൈൻസാണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എ സി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ അല്ലേ? ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഈ ആംഗിൾ, അതായത് ഈ 40 എന്ന് പറയുന്ന ഈ ആംഗിളും അതായത് ഇവിടെയുള്ള ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ്. ഇപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 40 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇത് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഇതെന്താ?
ഇവിടെ തന്നിട്ടുണ്ട് ഇത് 90 ഡിഗ്രിയാണ്, അപ്പോൾ ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ടാണ് ഈ പെർപെൻഡിക്കുലർ ലൈൻ ടച്ച് ചെയ്യുന്ന ഈ ലൈനുമേൽ ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും 90 ഡിഗ്രി തന്നെ വരുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ നമ്മളിവിടെ 90 ഡിഗ്രി എടുത്തത്. അതേപോലെ തന്നെ ഇവിടെയും 90 ഡിഗ്രി എടുക്കുക. ഇത് 90 ഡിഗ്രിയാണ്. സോ ഇവിടെ 40 ഡിഗ്രി ഓൾറെഡി തന്നിക്കണം. ബാക്കി 90 ഡിഗ്രിയിൽ 40 ഡിഗ്രി പോയി കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി എ ബി ഡി എത്രയാണ്? എ ബി ഡി എത്രയാണെന്ന് കിട്ടി? 50 ഡിഗ്രിയാണെന്ന്. ഈക്വൽ ടു ഇപ്പോൾ എന്ത് കിട്ടി? ഡി എ സി എത്രയാണെന്ന് കിട്ടി? 50 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം സ്റ്റേറ്റ്മെൻറ്റ് 3യും ശരിയാണെന്ന് കിട്ടി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 4 നോക്കണം, കാരണം ശരിയാണോ തെറ്റാണോ നോക്കണമല്ലോ. ദെൻ മെഷർ ഓഫ് ആംഗിൾ എ ബി സി ഓൾറെഡി എ ബി ഡിയും എ ബി സിയും ഒക്കെ എന്താണ്? 50 ഡിഗ്രിയാണ്. ഇസ് ഈക്വൽ ടു എ സി ബി ഓൾറെഡി തന്നിട്ടുണ്ട്. എ സി ബി എന്താണ്? 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 50 ഡിഗ്രി 40 ഡിഗ്രി എങ്ങനെ ഈക്വൽ ആവുക? അപ്പോൾ ഓപ്ഷൻ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 4ഉം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം തെറ്റാണ്. അതായത് ഈ കറക്റ്റ് ഓപ്ഷനാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 3ഉമാണ് ശരിയായത്. അപ്പോൾ 2ഉം 3ഉം പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ?